നമസ്കാരം. ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നത് വഴുതന കൃഷി ചെയ്യാൻ വേണ്ടി എങ്ങനെ ഗ്രോ ബാഗ് തയ്യാറാക്കാം എന്നതാണ്. ഈ വീഡിയോ കാണുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. കൂട്ടത്തിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്, അതിൽ കൂടി ജോയിൻ ചെയ്യുക. സാധാരണ പച്ചക്കറികളെ അപേക്ഷിച്ച് വഴുതന എന്നത് കുറഞ്ഞത് 1 വർഷം മുതൽ 2 വർഷം വരെ നീണ്ട കാലയളവിൽ വിളവ് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് യോജിച്ച വിധത്തിൽ കൂടുതൽ കാലം വഴുതനയ്ക്ക് വളർച്ചയ്ക്ക് വേണ്ടുന്ന പോഷകങ്ങൾ കിട്ടുന്ന വിധം വേണം ഗ്രോ ബാഗ് തയ്യാറാക്കാൻ. ആദ്യമായി ചെയ്യേണ്ടത് ഗ്രോ ബാഗ് നിറയ്ക്കാൻ ആവശ്യമായ ഐറ്റംസ് അടുപ്പിക്കുകയാണ്. ആദ്യം വേണ്ടത് അല്പം ചരലോട് കൂടിയ മണ്ണ്, പിന്നെ ആറ്റുമണൽ, ചാണകപ്പൊടി, കരിയില ചാരം, ഉണങ്ങിയ ചകിരി, എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്തത്. ഇനി ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ചരലോട് കൂടിയ മണ്ണ് തന്നെ ഗ്രോ ബാഗിൽ 20% ഇടുക. അതിനുശേഷം ഇതിനു മുകളിലേക്ക് ചാണകപ്പൊടി, ചാരം എന്നിവ ഇടുക. അതിനു മുകളിലേക്ക് ഉണങ്ങിയ ചകിരി ഒരടുക്ക് പോലെ നിരത്തുക. ഇത് ഗ്രോ ബാഗിനുള്ളിൽ എപ്പോഴും നനവ് നിലനിർത്താൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതിനു മുകളിലേക്ക് വീണ്ടും ചരലുള്ള മണ്ണിടുക. ഇതിൻ്റെ കൂടെ ആറ്റുമണൽ കൂടി ഇടുക. ഇത് മണ്ണിലേക്ക് വായു സഞ്ചാരം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ഇതിനു മുകളിലേക്ക് വീണ്ടും ചാണകപ്പൊടി, ചാരം എന്നിവ ഇടുക. കൂട്ടത്തിൽ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി മിശ്രിതം കൂടി ഇടുക. എന്നിട്ട് താഴത്തെ ചകിരി ഇളകാത്ത വിധത്തിൽ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്യുക. കൂടുതൽ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ചാണകപ്പൊടി, ചാരം, മണ്ണ്, മണൽ, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നൊന്നായി ഇട്ട് കാണിച്ചതാണ്. ഇനി ചെയ്യേണ്ടത് നടാനുള്ള വഴുതന തൈകൾ വേരുകൾ പൊട്ടിപ്പോകാതെ പറിച്ചെടുക്കുക എന്നതാണ്. തൈകൾ എടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള തൈകൾ മാത്രം എടുക്കുക. ഒരു ഗ്രോ ബാഗിൽ 2 തൈകൾ വീതം എന്ന ക്രമത്തിൽ നട്ടതിനു ശേഷം തൈകളടക്കം നനച്ചു കൊടുക്കുക. തുടർന്ന് നമ്മൾ സാധാരണ നൽകുന്ന പരിചരണങ്ങൾ തന്നെ നൽകിയാൽ മതിയാകും.
അപ്പോൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.